സൈസിനനുസരിച്ചും റേറ്റ് വരുന്നോന്നുണ്ടല്ലേ? സൈസിനനുസരിച്ചിട്ടല്ല, നമ്മൾ പ്ലാന്റിനെല്ലാം ഒരു റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് ഫെനലോപ്സിസിൽ ജംബോ വെറൈറ്റി എന്ന് പറഞ്ഞത്. ജംബോ വെറൈറ്റി അതായത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ചെടികളുടെയൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് ചെടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് ചെടികൾ മാത്രം വളർത്തുന്ന ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അറിയുന്ന ഒരു ആൾ തന്നെയായിരിക്കും, ഏതൻ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഷൈനിയേച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഷൈനിയേച്ചിയാണ് ചെടികളെ വളർത്തുന്നതും പരിപാലിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഷൈനിയേച്ചിയോട് ഞാൻ ചോദിച്ചറിയണ്ട. അപ്പോൾ ഷൈനിയേച്ചി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗാർഡൻ തുടങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്? ഗാർഡൻ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പണ്ട് കൃഷിഭവൻ എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കീമിൽ നമുക്ക് ആന്തൂറിയം ചെടികളായിരുന്നു സ്കീമിൽ നമുക്ക് തന്നിരുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കട്ട് ഫ്ലവറിന് വേണ്ടി ചെയ്തിരുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെ കുറച്ച് ഓർക്കിഡ് നമ്മൾ ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ ലാർജായിട്ട് ഇപ്പോൾ ഓർക്കിഡ് ചെയ്യും. ഇതിപ്പോൾ ലൊക്കേഷൻ എവിടെയായിട്ട് വരുന്നത്? ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് ജംഗ്ഷൻ കഴിഞ്ഞ് നിയർ സൂഫി മന്തി തൊട്ടടുത്ത്. നഴ്സറി തുടങ്ങിയിട്ട് ഒരു 10-18 വർഷത്തോളമായിട്ടുണ്ട്. ആന്തൂറിയായിരുന്നു ആദ്യം നമുക്ക്. പിന്നെ ഓർക്കിഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് എത്ര ആളായി? ഓർക്കിഡ് നമുക്ക് അന്ന് തുടങ്ങി കുറേശ്ശെ ഉണ്ട്. ഇപ്പോൾ ഒരു 6-7 വർഷമായി, കുറച്ച് അധികമായിട്ട് ചെയ്തു തുടങ്ങിയിട്ട്. ഇവിടെ ഏകദേശം എത്രയോളം വെറൈറ്റി ഓർക്കിഡുകളുണ്ട്? നമുക്ക് കിട്ടുന്നതനുസരിച്ച് കുറച്ച് അധികം വെറൈറ്റികൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഓരോ ടൈമിൽ എത്ര ഇത് വെച്ച് വരുന്നു അതിനനുസരിച്ച്. ഇത് പുറമേന്നാണോ കൊണ്ടുവരുന്നത്? ഇതിപ്പോ നമ്മുടെ നാട്ടിലത്തെയാണ്, നമുക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ് ഇറക്കണതിന് നല്ല സ്ട്രിക്റ്റ് ആണ്. ഓർക്കിഡിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഡെൻഡ്രോബി കളറോ? കളർ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഡെൻഡ്രോബി ആണ് ഏറ്റവും കൂടുതൽ. ഇതാണ് ഈ വെറൈറ്റിയാണ് ഡെൻഡ്രോബി. ഈ വെറൈറ്റികളാണ് ഇവരാണ് സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്നതും ഫ്ലവേഴ്സും പൂവുണ്ടാവാനുള്ള ചാൻസും ഉണ്ട്, കൂടുതലുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റിലും കുറവുണ്ട്, സാധാരണക്കാർക്ക് വാങ്ങിക്കാം. ഇതൊക്കെ റേറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് 300 തൊട്ടുണ്ട് സ്റ്റാർട്ടിങ്. നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഹോൾസെയിൽ ആകുമ്പോൾ അതിലും നമുക്ക് റേറ്റ് കുറവ് കിട്ടുന്നില്ല. ഇവിടെ വന്ന് കണ്ടാലാണ് നമുക്ക് പ്ലാൻസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. വന്ന് എടുക്കണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ തോന്നുന്നില്ല. കാരണം ഈ ചെടികളുടെ സൈസിനനുസരിച്ചും റേറ്റ് വരുന്നോന്നുണ്ടല്ലേ? സൈസിനനുസരിച്ചിട്ടല്ല, നമ്മൾ പ്ലാന്റിനെല്ലാം ഒരു റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. കളറുകൾ വരുമ്പോൾ മാറ്റം വരുമോ? ഇല്ല, കളറിനൊന്നും മാറ്റില്ല. പിന്നെ ചില വെറൈറ്റിക്ക് റേറ്റ്. ഈ കളറൊക്കെ വരുമ്പോൾ എന്ത് റേറ്റ്? കളറിനല്ല, ഇത് കോമ്പാക്റ്റും ആണ്. ഇത് വരുമ്പോൾ റേറ്റ് അതിനെ വിട്ടും കുറച്ചും കൂടെ കൂടുതലാണ്. റേറ്റ് കുറഞ്ഞത് ഏതാണ്? ഇതല്ല, ബാക്കിയല്ല. ഈ കളറൊക്കെ വരുമ്പോൾ റേറ്റ് കുറവാന്ന് തോന്നുന്നുണ്ടല്ലേ? ഈ കളറല്ല, ഈ ബാക്കിയല്ല ഡെൻഡ്രോബിയങ്ങള് ബാക്കിയെല്ലാം മറ്റേ റേറ്റ് കുറവാണെന്നല്ലേ? പിന്നെ അതുപോലെ വെറൈറ്റി മാത്രമാണ് റേറ്റ് കൂടുതൽ വരുന്നതല്ലേ? ആ റേറ്റ് കൂടിയതൊന്ന് പറഞ്ഞു തന്നോളൂ, കാണിച്ചു തന്നോളൂ. നമ്മുടെ ഇപ്പം ഇതിലിരിക്കുന്നത് കോമ്പാക്റ്റും റെക്റ്റിഡോള് അങ്ങനത്തെ വെറൈറ്റി. ഇതാണോ? ഇത് ഡബിൾ കളർ പോലെ വരുന്നോന്നുണ്ടല്ലേ? അതാണ് റേറ്റ്. ഇവിടെ കൊടുക്കുന്നത് NPK ആണ്. NPK 19. അത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് അധികം ചട്ടിയിലല്ല തോന്നുന്നുണ്ടല്ലേ? അല്ല, നമുക്ക് ഇങ്ങനെ പോട്ട് വരും, നമ്മൾ സെയിൽ ചെയ്യാനല്ലേ. സെയിൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ പോട്ടിൽ തന്നെയാണ്. വീട്ടിലാണെങ്കിലും ഇങ്ങനത്തെ ഇതിൽ വെച്ചാൽ മതിയാ? അല്ല, നമ്മൾ വീട്ടിലാണെങ്കിൽ ഇത് റീപോർട്ട് ചെയ്ത് വേറെ ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്ത് വെക്കണം. അപ്പോഴാണ് പ്ലാന്റ് ഒന്നും വളർച്ച വരുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, ചകിരിയൊക്കെ വെച്ച് നമ്മളിപ്പോ നിലത്തൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഓടിന്റെ കഷ്ണം ഇട്ട് ചകിരിയും കരിയും അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം. 15 ചട്ടിയിലൊക്കെ 10 ഇഞ്ചിന്റെ ചട്ടി ഹോള് വേണം. അടിയിൽ 2 ഹോൾ ഉണ്ടാവും. അല്ല, ഇപ്പൊ നമ്മള് ചിലവർത്തൊക്കെ ഇപ്പൊ ചട്ടികൾ വാങ്ങാൻ ചെല്ലുന്നിടത്ത് കാണുന്ന ഒരു ഇതാണ് ഈ ഓർക്കിഡിന് വളർത്താൻ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഹോളായിരിക്കും. പക്ഷെ ആദ്യമൊക്കെ അങ്ങനെയാണ് പൊതുവെ പറയാറ്, ഹോളുള്ള ചട്ടിയിൽ ഓർക്കിഡ് വെക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ നമ്മളിപ്പോ സാധാരണ ഞാൻ അവിടെ കാണിച്ചു തരാം, സാധാരണ ചട്ടിയിൽ വെക്കുന്ന പ്ലാന്റിന് ഒരു കുഴപ്പമില്ല, നല്ല ഗ്രോത്ത് ഉണ്ട്.
ഇതിന് വേരോട്ടാണല്ലോ മെയിനായിട്ട്. വേരോട്ടം. അതിനെ നമ്മൾ ഓടിന്റെ കഷ്ണൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് വേരോടി പോകുമല്ലോ. അപ്പൊ സാധാരണ ചട്ടിയിലായാലും വെക്കാന്ന്, കാരണം ആ ചട്ടി വാങ്ങുമ്പോൾ നമുക്ക് ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അതിന് ഡബിൾ റേറ്റ് ആണ് സാധാരണ ചട്ടികളും വിട്ട്. പിന്നെ ഈ ചട്ടികൾ വെക്കുമ്പോൾ ഏതാണ് നല്ലത്? പ്ലാസ്റ്റിക് ചട്ടിയാണോ അതുപോലെ തന്നെ മണ്ണിന്റെ ചട്ടിയാണോ നല്ലത്? ഏറ്റവും നല്ലത് ഏത് ചെടിക്കും മൺചട്ടി തന്നെയാണ് ചൂസ് ചെയ്യാൻ. ഇതൊക്കെ സാധാരണ മൺചട്ടിയിൽ തന്നെ അടിയിലും ഹോളോ സൈഡിലും ഒരു ഹോള്, 2 ഹോളേ ഉണ്ടാവുള്ളൂ. നല്ല ഇതുണ്ട്. ഇതിനു വേണ്ടി വേറെ ചട്ടിയോ കാര്യങ്ങളൊന്നും വേണ്ട. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ മൺചട്ടി ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയുടെ ഇതിലൊക്കെ നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്, നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട്. ഇത് ഫെനലോപ്സിസില് ജംബോ വെറൈറ്റി എന്ന് പറഞ്ഞത്. ജംബോ വെറൈറ്റി അതായത് നല്ല വലിപ്പം ഉള്ള ഫ്ലവർ, നല്ല വലിപ്പം വരില്ല ഈ ഫ്ലവറും വലിയ ഇതുമായിരിക്കും, സ്പൈക്കും ആയിരിക്കും. ഇവർക്ക് ഫെനലോപ്സിസിന് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അധികം നനയ്ക്കാൻ പാടില്ല. ഇവർക്ക് നനവധികം പാടില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നോക്കിയിട്ടേ നനയ്ക്കാവൂ. നനവ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ലീഫൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നല്ല കെയറിങ് വേണമെന്നില്ല. ഇങ്ങനത്തെ കെയറിങ് കുറച്ച് വേണം, പക്ഷെ ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വാട്ടറിങ് ശ്രദ്ധിച്ചാൽ മതി. ഇതുമ്പോ ഫ്ലവർ ഉണ്ടാവണത് എങ്ങനെയാണ്? മറ്റേ പോലെ പെട്ടെന്ന് ഇല്ല, അതിന്റെ പോലെ പെട്ടെന്ന് ഉണ്ടാവില്ല. പക്ഷെ ഈ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 4-5 മാസത്തോളം, ചിലത് 5-6, ഓരോ വെറൈറ്റിയിൽ വ്യത്യാസമുണ്ട്. 6 മാസത്തോളം. ഇപ്പൊ നമ്മുടെ അതിനകത്ത് നിൽക്കുന്നത് 7 മാസം കഴിഞ്ഞു വന്നിട്ടും അതിങ്ങനെ ഇതിങ്ങനെ വന്നോണ്ടേയിരിക്കും. ഇതിന്റെ തുമ്പറ്റത്തുനിന്ന് ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ചില വെറൈറ്റിയിൽ കുറച്ച് നാള് നിൽക്കും, ചിലത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഇത് നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഫെനലോപ്സിസ്. ഇതിന്റെ തന്നെ അതിന്റെ നോർമൽ വരുന്നത്, മിനിയേച്ചർ അല്ല, നോർമൽ വരുന്നത്. ഇതും എങ്ങനെയാണ്? ഇതിനും അതുപോലെ തന്നെ സെയിം ആണ്. അത് ഒരു തന്നെയാണ്. ഇതിനും അതുപോലെ തന്നെ കെയറിങ് വേണമെന്നല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ, ചെടി ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.